നമ്മൾ ഇന്ത്യൻ ബ്രീഡുകളെയാണ് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആ സീരീസിലെ 4ാമത്തെ വീഡിയോ ആണ്. മുന്നിലെ വീഡിയോകൾ നിങ്ങൾക്ക് ഈ ലിങ്കിൽ ലഭ്യമാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ലിങ്കുകൾ കൊടുക്കാം. ഇന്ന് നമ്മൾ കാണുന്നത് ഒരുപാട് സാമ്യതകളുള്ള 2 ബ്രീഡുകളാണ്, ചിപ്പിപ്പാരയും മുധോൾ ഹൗണ്ടും. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റിനറിയൻ ആണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റിനറി റിലേറ്റഡ് കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയേജസ്. നമുക്ക് വ്യത്യസ്തകളിൽ നിന്ന് തുടങ്ങാം. തമിഴ്നാട്ടിൽ മധുരൈ, തെങ്കാശി, തിരുനെൽവേലി, തൂത്തുക്കുടി, വിരുദനഗർ എന്നീ സ്ഥലങ്ങളിൽ കാണുന്ന ഒരു ബ്രീഡാണ് ചിപ്പിപ്പാര. വിരുദനഗറിലെ സിപ്പിപ്പാര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഈ നായകൾക്ക് ഈ പേര് കിട്ടിയത്. തമിഴ് ഗ്രേ ഹൗണ്ട്, തമിഴ് സൈറ്റ് ഹൗണ്ട്, വേട്ടൈ നായി എന്നൊക്കെ ഇവർക്ക് പേരുണ്ട്. ചിപ്പിപ്പാരയുടെ കോഡ് കളർ, അതായത് രോമത്തിൻ്റെ കളർ എന്ന് പറയുന്നത് ക്രീം, ഫോൺ അങ്ങനെ ലൈറ്റർ ആയിട്ടുള്ള കളേഴ്സാണ്. ഇനി ഡാർക്കർ കളേഴ്സ് ഉള്ള ചിപ്പിപ്പാരയുണ്ട്. ബ്ലാക്ക്, ടാൻ, പിന്നെ സേബിൾ കളേഴ്സ്. സേബിൾ കളേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹണി ടു മഹാഗണി റെഡ് ആ ഒരു റേഞ്ചിലുള്ള കളേഴ്സിനെയാണ് സേബിൾ കളേഴ്സ്, സേബിൾ കോഡ് കളേഴ്സ് എന്ന് പറയുക. അങ്ങനെയുള്ള കോഡ് കളറുള്ള നായകൾ തന്നെ കന്നി എന്നാണ് പറയുക. പലതും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇത് രണ്ട് ബ്രീഡാണെന്നാണ്. പക്ഷേ ഇത് ചിപ്പിപ്പാരേൻ്റെ വേറൊരു വെറൈറ്റി മാത്രമാണ്. കന്നി എന്ന പേരിന് അർത്ഥം തന്നെ പ്യോർ അല്ലെങ്കിൽ പരിശുദ്ധമായത് എന്നൊക്കെയാണ്. ഇന്ത്യൻ ബ്രീഡുകളിൽ ഏറ്റവും ബുദ്ധി കൂടുതലുള്ള ബ്രീഡ് ആയിട്ടാണ് നമ്മൾ ചിപ്പിപ്പാരേനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ബ്രീഡ് പോലീസ് ഡോഗ്സ് ആയിട്ടും ഷൈൻ ചെയ്യുന്നത്. ഇന്ന് കേരള പോലീസിന്റെ ഡോഗ് സ്ക്വാഡിലും ഇവരുടെ സാന്നിധ്യമുണ്ട്. സാലുക്കി എന്ന ഈജിപ്ഷ്യൻ ഡോഗ് ബ്രീഡായിട്ട് ഇവർക്ക് ഒരുപാട് സാമ്യതകളുണ്ട്. ഞാൻ പറയുന്ന ഓരോ നായകളുടെയും ഫിലിമോഗ്രഫിയും ഞാൻ പറയാറുണ്ട്. അതായത് ആ ബ്രീഡ് ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഏത് സിനിമയിലാണ് ഈ നായകളെ കാണാൻ പറ്റുക എന്നുള്ളതും കൂടെ ഉൾപ്പെടുത്തുന്നത്. മലയാള സിനിമയിൽ ഈ നായനെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഒരുവിധം എല്ലാ മലയാളികളും കണ്ടിട്ടുള്ള പരിയേറും പെരുമാൾ എന്ന സിനിമയിൽ കറുപ്പി എന്ന് പറയുന്ന നായ കന്നിയാണ്. കന്നി ക്രോസ് ബ്രീഡാണ് ശരിക്കും നായ. പക്ഷെ ഒരുവിധം കന്നിയുടെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഈ നായ കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഈ നായയുടെ സ്വന്തം സ്ഥലമായിട്ടുള്ള തിരുനെൽവേലിനെ ബേസ് ചെയ്തിട്ടാണ് ആ സിനിമ എടുത്തിട്ടുള്ളത്. ആ സിനിമ കണ്ടവർക്ക് ആർക്കും തന്നെ ഈ നായനെ മറക്കാൻ പറ്റില്ല. ഇനി നിങ്ങൾ ആ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കറുപ്പി സോങ് ഫ്രം പരിയേറും പെരുമാൾ എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ നായനെ കാണാവുന്നതാണ്. ഇനി മുധോൾ ഹൗണ്ടിലേക്ക് വരികയാണെന്ന് വെച്ചാൽ കർണാടകയിൽ മുധോൾ എന്നൊരു സ്ഥലത്ത് നിന്നാണ് ഈ ബ്രീഡ് ഉത്ഭവിച്ചിട്ടുള്ളത്. വേട്ടയാടിയിരുന്ന ബേദാർ ട്രൈബ്സ് വികസിപ്പിച്ചെടുത്ത ഒരു നായയുടെ ഇന്നത്തെ വേർഷനാണ് നമ്മൾ കാണുന്ന മുധോൾ ഹൗണ്ട്. പണ്ട് കച്ചവടത്തിനൊക്കെ പോയിരുന്ന ആളുകൾ അവരുടെ സാധനങ്ങളായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നത് ഒരു കൂട്ടമായിട്ടാണ്. കള്ളന്മാരുടെ ആക്രമണവും ഒക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കൂട്ടമായിട്ട് ഇവർ സഞ്ചരിച്ചിരുന്നത്. ഇങ്ങനെ പോകുന്ന ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ കാരവൻ എന്ന് ശരിക്കും പറയുക. ഇങ്ങനെ പോകുന്ന കാരവന്, അതായത് ഈ കച്ചവട കൂട്ടങ്ങളെ എസ്കോർട്ട് ചെയ്തിരുന്ന നായയാണ് മുധോൾ ഹൗണ്ട്സ്. അതുകൊണ്ടാണ് ഈ നായനെ നമ്മൾ കാരവൻ ഹൗണ്ട്സ് എന്നും പറയുന്നത്. ഈ ബ്രീഡിനെ കുറിച്ച് പറയുമ്പോൾ നാനാ സാഹിബ് എന്ന് വിളിച്ചിരുന്ന മലോജി റാവ് ഘോർപടെ എന്ന മുധോൾ രാജാവിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹമാണ് ഈ ബ്രീഡിനെ റിവൈവ് ചെയ്തത്. മാത്രമല്ല ഇദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയ സമയത്ത് ജോർജ് 5ാമൻ രാജാവിന് തൻ്റെ രാജ്യത്തിൻ്റെ സിമ്പിളായിട്ട് 2 മുധോൾ ഹൗണ്ടുകളെയാണ് ഗിഫ്റ്റ് ചെയ്തത്. ഇന്ത്യൻ ആർമിയിൽ കയറിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ ബ്രീഡാണ് മുധോൾ ഹൗണ്ട്. ഇനി മുധോൾ ഹൗണ്ടിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റി കൂടിയുണ്ട്. കുറച്ചും കൂടെ രോമമുള്ള പാഷ്മി ഹൗണ്ട് എന്നൊരു വെറൈറ്റി. സാലുക്കി എന്ന ഈജിപ്ഷ്യൻ ഡോഗിനോട് ഒരുപാട് സാമ്യമുള്ളതുകൊണ്ട് ഇന്ത്യൻ സാലുക്കി എന്നാണ് ഈ വെറൈറ്റി അറിയപ്പെടുന്നത്. രാജപാളയത്തിനെ പോലെ തന്നെ 2005 ആദരിച്ചുകൊണ്ട് ഇന്ത്യൻ ഗവൺമെൻറ് സ്റ്റാമ്പുകൾ ഇറക്കിയിട്ടുണ്ട്. ഇനി ചിപ്പിപ്പാരയുടെയും മുധോൾ ഹൗണ്ടിൻ്റെയും സിമിലാരിറ്റീസിലേക്ക് വരാം. ഓൾറെഡി പറഞ്ഞതുപോലെ 2 ബ്രീഡിനും ഈജിപ്ഷ്യൻ ബ്രീഡായ സാലൂക്കിയായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. 2 ബ്രീഡിനും വളരെ കുറച്ച് ഭക്ഷണം മാത്രം മതി. ഭയങ്കര ലോ മെയിൻ്റനൻസുമാണ്. പക്ഷേ നല്ല എക്സസൈസ് വേണ്ട ബ്രീഡാണ് ഇവർ 2 പേരും. മിനിമം 5 കിലോമീറ്റർ എങ്കിലും ഒരു ദിവസം ഇവർക്ക് ഓടണം. വേട്ട നായ്ക്കളായതുകൊണ്ട് തന്നെ കോഴി, മുയൽ എന്നിങ്ങനെ ചെറിയ മൃഗങ്ങളെയൊന്നും ഇവരുടെ കൂടെ വളർത്തുന്നത് അത്ര നല്ല കാര്യമായിരിക്കില്ല. 2 പേരേനെയും കെനൽ ക്ലബ് ഓഫ് ഇന്ത്യയും നാഷണൽ ബ്യൂറോ ഓഫ് ആനിമൽ ജനറ്റിക് റിസർച്ചും റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി മറ്റൊരു മേജർ സിമിലാരിറ്റി എന്ന് പറഞ്ഞത് ഈ 2 ബ്രീഡുകളും സൈറ്റ് ഹൗണ്ട്സ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇവരുടെ തലയുടെ പ്രത്യേകത കാരണം ഇവരുടെ ആംഗിൾ ഓഫ് വിഷൻ 270 ഡിഗ്രിയാണ്.
അതായത് 360 ഡിഗ്രി എന്ന് പറഞ്ഞത് ഒരു ടോട്ടൽ സർക്കിൾ ആണല്ലോ. അതിൽ 270 ഡിഗ്രിയും ഇവരുടെ ആംഗിൾ ഓഫ് വിഷനിൽ പെടുന്ന സ്ഥലങ്ങളാണ്. അതായത് ഇവരുടെ ബാക്കിൽ വരുന്ന വെറും 90 ഡിഗ്രി മാത്രമാണ് ഇവർക്ക് കാണാൻ പറ്റാതെയുള്ളൂ. ഇതാണ് ഈ രണ്ട് ബ്രീഡുകൾ തമ്മിലുള്ള സാമ്യതകളും വ്യത്യസ്തതകളും. മറ്റൊരു വീഡിയോയിൽ അടുത്ത ആഴ്ച കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.